നമുക്ക് വളരെ ഈസി ആയിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് റെസിപ്പി നോക്കിയാലോ. എങ്ങനെയാണെന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടു നോക്കൂ കേട്ടോ. കുട്ടികൾക്ക് പോലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കണ്ടോളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ 2 ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ പുഴുങ്ങിയെടുത്തതിന് ശേഷം ഒന്ന് ഉടച്ചെടുത്തതാണ്. ഒന്ന് സ്മാഷ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ചെറിയൊരു സവാളയുടെ പകുതി എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അധികം ക്വാണ്ടിറ്റിയിലല്ല തയ്യാറാക്കുന്നത് കൊണ്ടാണ് കുറച്ചായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ ചെറിയൊരു ക്യാരറ്റ് എടുത്തിട്ട് അത് ഇതുപോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിയില ഓപ്ഷനിലാണ്. മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി എരിവ് വേണമെന്നുള്ളവരാണെങ്കിൽ പച്ചമുളക് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മിക്സാക്കിയതിന് ശേഷം എരിവോ ഉപ്പൊക്കെ കുറവുണ്ട് തോന്നുകയാണെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിന് എനിക്ക് ഒരു 6 ബ്രെഡിലേക്ക് വെച്ച് കൊടുക്കാനായിട്ടുള്ളൊരു ഫില്ലിങ് തന്നെയാണിത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഈ ബ്രെഡിൻ്റെ ഒരു സ്നാക്സ് തയ്യാറാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഫില്ലിങ് കൂട്ടുകയും ചെയ്യണേ. ഇപ്പോൾ ഞാനിതാ ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബൗളിലേക്ക് കുറച്ച് പാലും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. പാലെടുത്തിട്ട് ഒന്ന് ബ്രഷിലേക്ക് ആക്കിയതിന് ശേഷം ഇതുപോലെ എന്തെങ്കിലും ബ്രെഡിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു നനഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫില്ലിംഗ് ഒക്കെ വെക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ പാലില്ലാന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നോർമൽ പച്ചവെള്ളം വെച്ചിട്ട് ഇതുപോലെ എന്തെങ്കിലും ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളത് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പാലാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. മുകൾ ഭാഗം നല്ല രീതിയിൽ കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒട്ടും തന്നെ ഗ്യാപ്പൊന്നും ഇല്ലാതെ ഈ സൈഡ് ഭാഗത്തൊക്കെ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഓയിലോ അല്ലെങ്കിൽ ഗീയോ അല്ലെങ്കിൽ ബട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ ഈ ഒരു ബ്രെഡിൻ്റെ സ്നാക്സ് ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കാം കേട്ടോ. ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഈ ഒരു മസാലയൊക്കെ നല്ല രീതിയിൽ കുക്കായി കിട്ടിക്കോളും. നമ്മൾ കോൺഫ്ലവറൊക്കെ ഒന്ന് ഇതിൻ്റെ ഒരു ചുവ ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. 5 മിനിറ്റ് നേരം നമുക്ക് ഒരു മീഡിയം ടു ലോ ഫ്ലെയിം വെക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടിക്കോളും. ഇനി ഒരു ഭാഗമാവുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. തിരിച്ചിട്ട് കൊടുക്കുമ്പോഴും ഇതുപോലെ ഗീ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. 2 ഭാഗത്തും ഒരേപോലെ നമുക്ക് ഈ ഒരു നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുത്താലും മതിയാവും. ഇപ്പോൾ ഇതാ 2 സൈഡും ഞാനിതുപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് തന്നെയാണിത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്